നല്ല കുടംപുളിയിട്ട ചൂര വറ്റിച്ചതുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ചൂരക്കുട്ടനെ കിട്ടി. അതിനെ വെട്ടി നല്ല സ്കിൻ കളഞ്ഞ് 1 കിലോ അങ്ങ് വാങ്ങിച്ചു. നല്ല മൺചട്ടി അങ്ങ് വെച്ച് കൊടുത്തു. മൺചട്ടി ചൂടായപ്പോഴത്തേക്കും നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തു. 5-6 കുഞ്ഞുള്ളിയൊക്കെ റെഡിയാക്കി എടുത്തു. ഉലുവയും കടുകെല്ലാം ഇട്ട് പൊട്ടിയ ശേഷം വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് വഴറ്റിയെടുത്തു കേട്ടോ. നന്നായിട്ട് വഴറ്റിയ മസാലയിലോട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മസാല ഏകദേശം മൂത്ത ശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി കാശ്മീരി മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി ഈ വഴറ്റിയെടുത്ത മസാലയിലോട്ട് നല്ല ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. വഴറ്റിയ മസാലയിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. ഇനി വെള്ളം ഒന്ന് വെട്ടി തിളപ്പിച്ചപ്പോഴേക്കും 2 കുടംപുളിക്കുട്ടന്മാരെ അങ്ങിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് വെട്ടി തിളയ്ക്കാനായിട്ട് വെച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കോട്ടൺ സ്റ്റൈലിലുള്ള ഫിഷ് കറി. ഇനി നമ്മൾ അത് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമ്മളുടെ ചൂരക്കുട്ടന്മാരെ അങ്ങിട്ട് കൊടുക്കുക കേട്ടോ. നല്ല പീസായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതെല്ലാം ഗ്രേവിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് പോലെ നമ്മളൊന്ന് താത്തി കൊടുക്കണം. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് അങ്ങ് അടച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങ് അടച്ച് വെക്കണം. അടച്ച് വെച്ച് വേവിച്ച ശേഷം കുറച്ച് മീൻകറി ആകുമ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ തൂളി ഇങ്ങനെ വറ്റിച്ച മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ.